ഹലോ കൂട്ടുകാരെ, നിങ്ങൾ ഇങ്ങനത്തെ കടച്ചക്ക കണ്ടിട്ടുണ്ടോ? ഞാനൊരു കടപ്ലാവ് നട്ടിട്ട് ഉണ്ടായ ചക്കയാണിത്. മുള്ളുള്ള ചക്ക. ഇപ്പം എനിക്ക് മനസ്സിലായത് കടച്ചക്കയല്ല, വേറെ എന്തോ സാധനം. പക്ഷേ ഇത് നല്ല ഔഷധ ഗുണമുള്ളതാണെന്നാണ് പറയണത്. പിന്നെ ഇത് നോക്കൂ, കുരു കണ്ട, ഇത്ര കുരുവിനുള്ള ചുളയ്ക്കാണെങ്കിൽ ഇതാ ഒട്ടും ഇതില്ലാതെ. അപ്പം ഞാനിത് കുരു വേറെ, ഇത്തിരി മൂക്കണേന് മുമ്പാണെങ്കിൽ നമുക്ക് ഇടിഞ്ചക്ക പാരുവത്തിൽ ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ ഇത് ഇച്ചിരി മൂത്തുപോയി. അപ്പം ഞാൻ അതിൻ്റെ കുരു മാറ്റിയിട്ട് മറ്റത് ഇടിഞ്ചക്ക പോലെ ഉണ്ടാക്കാമെന്ന്. കുരു നല്ല ഉഗ്രൻ സാധനം കേട്ടോ, നല്ല ടേസ്റ്റാണ് ഇത്. എന്തുമാത്രം കുരു വന്ന് നോക്കിയാൽ ഒരു ചെറിയ ചക്കയിൽ എന്തുമാത്രം കുരു. നിങ്ങൾ ഇങ്ങനത്തെ ചക്ക തിന്നിട്ടുണ്ടോ? അതിൻ്റെ കുരു എന്ത് മുഴുത്ത കുരുവെന്ന് നോക്കിയാൽ ചെറിയ ചക്കയിൽ ഇത്രയും കുരു. പക്ഷേ ഇതിൻ്റെ കുരുവിന് നമുക്ക് ഒരുക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. അതുകൊണ്ട് വേഗം അങ്ങ് പൊളിഞ്ഞു പോകും. നല്ല പ്രോട്ടീനുള്ള കുരുവാണ്, നമുക്കറിയാം. നല്ല ടേസ്റ്റാണിത്. ഞാൻ ഇത് ഒലത്തിയിട്ട്, അതായത് നമ്മൾ തോരൻ വെക്കണം. ഇനി ഇതാ ചക്ക, കുരു മാറ്റിയ ചക്ക ഉണ്ടോ, വെറും തൊണ്ട് പോലെ. പക്ഷേ ഇത് ഇടിഞ്ചക്ക പോലെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കറിൽ വേവിച്ചിട്ട് ഇടിഞ്ചക്ക തോരൻ ഉണ്ടാക്കുക. അതും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കി കാണിച്ചു തരാമേ. അങ്ങനെ തോരൻ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഒട്ടും കട്ടിയില്ലാത്ത ചുളയായിരുന്നു. അപ്പോൾ വേഗം വെന്തു. ഒറ്റ തീയെ, ഒരു വിസിലടിക്കാൻ പോലും സമയമില്ലാത്തോണം വെന്ത് പോകും. അപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കുവാണ്. അപാര ടേസ്റ്റാണ് കേട്ടോ, അപാര ടേസ്റ്റ്. ഇതിൻ്റെ കുരു കറി വെച്ചാൽ അതിലും നല്ല ടേസ്റ്റാണ്. ഇതാ കുരു ഇരിക്കണുണ്ടോ? അപ്പോൾ ഓക്കെ, നിങ്ങളിങ്ങനെ ഈ മാതിരത്തെ ചക്ക നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. നല്ല ഔഷധ ഗുണമുള്ള, ഇത് പ്ലാച്ചക്ക എന്നും ചിലയിടത്ത് പറയുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാനിത് കടപ്ലാവിൻ്റെ തൈയായിട്ടാണ് വാങ്ങിച്ചുകൊണ്ട് വെച്ചത്. എങ്ങനെ ബഡ് ചെയ്തപ്പോൾ മാറിപ്പോയതാണോ എന്താണെന്നൊന്നും അറിയില്ല. എന്തായാലും കടച്ചക്കയുടെ യാതൊരു ടേസ്റ്റും ഇതിനില്ല. വേറൊരു ടേസ്റ്റാണ്. നമ്മുടെ സാധാരണ ചക്കയുടെ ടേസ്റ്റും അല്ല, അതിൻ്റെ സാമ്പിളും അല്ല. എന്തായാലും വീട്ടിലുണ്ടായപ്പോൾ അത് കളയണ്ടെന്ന് വിചാരിച്ചിങ്ങനെ പറിച്ച് കറി വയ്ക്കുകയാണ്. ഇത്രയും മൂക്കണേന് മുമ്പാണെങ്കിൽ കുരുവും ചുളയും കൂടെ നമുക്ക് ഇടിഞ്ചക്കയായിട്ട് ഇടുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് വരും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, ബായ്.